അപ്പൊ ഹരീഷ് ചേട്ടനും ഇതിനും നിർത്തിയെടുത്ത് നിന്ന് നമ്മുടെ പിള്ളേർ തുടങ്ങാൻ പോവാണ്. ഡുവറ്റ് ചലഞ്ചിലാണ് പെർഫോം ചെയ്യാൻ വരുന്നത്. പാപ്പന്റെ വീട്ടിലെ കുട്ടിയും സുജൂസ് ബദ്ലേമിലെ കുട്ടിയും ചേർന്നിട്ടാണ്. ലെറ്റ്സ് വെൽക്കം അശ്വിൻ ആൻഡ് ജാസിം ജമാൽ. നമ്മുടെ ഡുവറ്റ് ചലഞ്ച് റൗണ്ട് തുടങ്ങിയത് ഇവരിൽ നിന്നാണ്. അതിന്റെ ഐശ്വര്യം ഡുവറ്റ് ചലഞ്ച് റൗണ്ടിനുണ്ട്. ജാസിം, അശ്വിൻ, ഇപ്രാവശ്യവും നമ്മൾ കലക്കാം. നമ്മൾ പൊളിച്ചടുക്കും. പൊളിക്കാം. ഓക്കെ. നീ എന്താണ് കൺസ്ട്രക്ഷൻ പണി? കലക്കലും പൊളിക്കലൊക്കെ. ജാസിമിന്റെ മെന്റർ വിശ്വരൂപം എന്ന് പറഞ്ഞ ഫിലിമിൽ അതിനകത്ത് കമലഹാസൻ സാറ് തന്നെ അതിനകത്തെ കഥക് ബോൾസ് ഒക്കെ പറഞ്ഞിരിക്കുന്ന ആ പാട്ടിൽ ശങ്കർ സാറാണ് പാടിയേക്കുന്നത്. ശങ്കർ ഹസൻ ലോയ് ഈ ട്രയോയുടെ കൂട്ടുകെട്ടിൽ ജനിച്ച നല്ലൊരു പാട്ട്. ജാസിം അടിപൊളിയായിട്ട് പാടും, തകർക്കുമെന്ന്. ഇവിടെ പൊരിക്കും. അശ്വിൻ എന്ന സുമ്മാവാ. അശ്വിൻ ഈ പാട്ടിൽ അശ്വിൻ്റെതായിട്ടുള്ള എന്താ പറയുക, അശ്വിൻ സ്റ്റൈൽ, അശ്വിൻ്റെ ടച്ച് എന്തായാലും ഉണ്ടാവും. അശ്വിൻ പൊളിക്കും, തകർക്കും, തിമിർക്കും. അശ്വിൻ പൊളിക്കും, തകർക്കും, തിമിർക്കും. അന്നത്തെ നിങ്ങളുടെ പെർഫോമൻസ് അത് എന്താ പറയണേ, വീണ്ടും 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 കേൾക്കാൻ കൊതി തോന്നിയൊരു പെർഫോമൻസ് ആയിരുന്നു. അത്രയും നല്ല നമ്മൾ ഇവരുടെ Z5 ആപ്പിൽ പോയി എടുത്ത് ഞാൻ കണ്ടു വീണ്ടും നിങ്ങളുടെ പെർഫോമൻസ്. അത്ര ഉഗ്രം പെർഫോമൻസ് തന്ന നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഇന്നും അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഞങ്ങൾക്ക് തരുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. രണ്ടുപേരും ഉഗ്രനായിട്ട് പാടട്ടെ. എൻ്റെ ആൾ കുറച്ചും കൂടെ നല്ലോണം പാടട്ടെ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ പാടും ചേച്ചി, പാടും. പാടുപേടും. ഓക്കേ ചക്കരേ, എന്താ പാപ്പാ അടിച്ചു പൊളിച്ച് പാടാ. പിന്നല്ല ജാസ്മേ പൊളിച്ച് ഓക്കെ. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. ഒരു ഫൈനൽ റിഹേഴ്സൽ. ഓക്കെ ബ്രോ, ഡൺ. റെഡി. അശ്വിൻ്റെ കറണ്ട് റാങ്ക് 1st ആണ്. ജാസിമിൻ്റെ കറണ്ട് റാങ്ക് 2 ആണ്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഫയർ. Three, 2, 1, go. धग 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 धिन 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 नक 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 तिटक थान 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 तिकिन तिकिन थकिन तान थाकृदान तितिक तक धी 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 तान थान गेंतलान थान थान गेंतलान थान थान गेंतलान അതിനവനീത അഭിനയ രാജ ഗോകുലപാല കോടി പ്രകാശ വിരക നരക ശ്രീ രക്ഷകപാല എത്തനി മുറിനാനെങ്കിച്ചാവിൻ ഇത്തവണയനയാൾ കൊள்വായ സൂടിയ വാടല് സൂടിയവ കളവാണിയ സിന്ധി തിരുമ്പത്ത പൂതനയാക പണിത്തിടുവായ പാവൈ വിരകം പരുകിടുവായ ആയർത്തം മായ നീവാ ആയർത്തം മായ നീവാ ആയർത്തം മായ നീവാ. உன்னை காணாது நான் இங்கு நான் இல்லையே, விதையில்லாமல் வேறில்லையே. உன்னை காணாது நான் இங்கு நான் இல்லையே, விதையில்லாமல் வேறில்லையே. கிருஷ்ணா, உன்னை காணாது
உன்னை காணாமல் உன்னை காணாமல் உன்னை காணாமல் உன்னை காணாமல் கமதனி சானித பம கமரி கரிச உன்னை காணாமல் ரிகமனி தப சானி தப மகரே கரேச கமனி தப மகமரே கரேச உன்னை காணாத பெண் நெஞ்சு தடுமாறுதே விதையில்லாமல் வேறில்லை ஷாமள ரங்கா நடன பாவ ஸ்ருதிலய கங்கா சரி வர தூங்காது வாடும் அனுதினம் உனக்காக எங்கும் ராதா தான் உனக்கென ராதா தான் உனக்கொரு ராதா தான் கிருதகதா கிருதகதி கிருதா கிருதகதி ததகிட தகதா ததகிட தகதா ததகிட தக ததகிட தக ததகிட தக தாக நாகதா அவ்வாறு நோக்கினான் எவ்வாறு நாளுமே கண்ணாடி முன் நின்று பார்த்து கொண்டே ஒன்றாகச் செய்திட 100 நாடகம் ஒத்திகைகள் செய்து எதிர்பார்த்திருந்தே எதிர்பாராமலே அவள் எதிர்பாராமலே அவன் ஓ பின்னிருந்து வந்து என்னை அம்பரமாய் சுழற்றி விட்டு உலகுண்ட பெருவாயல் எந்த வாயோடு வாய் பதித்தாய் இங்கு பூலோகம் என்றொரு பொருளுள்ளதை இந்த பூங்கோதை மறந்தாரடி ಧಾದಿ ಥದಿ ತಗ ತಿನ್ನಗಿನ ಥದಿ ತಗಿನ ಕಿನ್ನ ಥದಿಗಿನ ಥಾ ಧಾ ತಿರಗಿಡ ತಿನ್ ತಿರಗಿಡ ಕತ್ತಿರಗಿಡ ಧಾ ಧಾ ತಿರಗಿಡ ಧಾ ಧಾಕದ ಧಾ ಧಾಕದ ಧಾಕದ ಧಾ ಧಾಕದ ಧಾಕದ ಧಾ உடலணிந்த ஆடை போல் என அணிந்து கொள்வாய இனி நீ கண்ணா தூங்காத என் கண்ணின் துயலுரித்த கண்ணன் தான் இனி நீ இது நேராமலே நான் உன்னை பாராமலே நான் இங்கு முழு ஜென்மம் போயிருந்தாய் என்று அதை எண்ணி வீணேகம் ஏங்காமலே உன்னை மூச்சாக்கி வாழ்வேனடா தக தக தகதீம் தக தகதீம் தக தகதீம் 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 தோங்க தோங்க தகிட தோங்க தகதலாங்க தோங்கிட தக தக தரிகிட தக தரிகிட தக தரிகிட தக தரிகிட தக தரிகிட தக தரிகிட நாக 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 ஆ ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ഇവന്മാർക്ക് രണ്ടുപേർക്കും ഭ്രാന്താണ്, ഭ്രാന്ത്. ഇവന്മാർ രണ്ടുപേരും ഭ്രാന്തന്മാരാണ്. ഹരീഷേട്ടാ, ஒன்றாகச் செய்திட 100 நாடகம் ഒത്തികൈകൾ ചെയ്ത് ഒന്നും പറയാനില്ല. ആബ്സല്യൂട്ട്ലി സ്പെക്ടാക്കുലർ. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പാട്ട്
ഭയങ്കര ബുദ്ധിമുട്ടാണ് പാട്ടിൽ എല്ലാവർക്കും കൂടെ ഇരിക്കുന്ന എല്ലാവരും അഗ്രി ചെയ്യും. അത്ര എളുപ്പമല്ല. ഒരുപാട് മറ്റേ ജതിയാണെങ്കിലും കോമ്പസിഷൻ ആണെങ്കിലും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട 2 സംഗതിയുണ്ട് ആ പാട്ട്. 2 തവണ റിപ്പീറ്റ് ചെയ്ത് 2 പേരും ആരാ ബെറ്ററായിട്ട് പാടിയെന്ന് പറയാൻ പറ്റാത്ത അത്രയും നന്നായിട്ട് 2 പെർഫോം ചെയ്തു. സ്പെസിഫിക് അശ്വിൻ ജാസിം ഈ പാട്ട് ലൈവ് ഞാൻ കണ്ടിട്ടുണ്ട് ലൈവ് പെർഫോം ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഇൻറ്റൻസിറ്റി, ഈ ഒരു എനർജി വെച്ച് കംപ്ലീറ്റ് ആയിട്ട് പാടുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. വെരി ബ്യൂട്ടിഫുൾ, ഫാന്റാസ്റ്റിക്, ബിഗ് ഫാൻ ഗൈസ്, ബിഗ് ഇൻസ്പിറേഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഹരീഷ് ചേട്ടാ. ഭദ്രൻ, ജാസിം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരിച്ചു തകർത്തു. അശ്വിൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ദുമ്മ? അശ്വിൻ പൊരിച്ചു, തകർത്തു, തിമിർത്തു. ഇത് മനസ്സ് പറഞ്ഞിട്ട് തരികയാണ്. കാരണം വെച്ചാൽ ഇത് കാണാൻ പറ്റിയതൊരു ഭാഗ്യമായിട്ട് കാണുന്നു ഈ ഒരു പെർഫോമൻസ്. കാരണം ഇതാണ് മത്സരം. 2 പേരും കട്ടക്ക് ഞാൻ സമ്മതിക്കൂല എന്നുള്ള രൂപത്തിലുള്ള മത്സരം. 2 പേരും, ഞാൻ ഒരാളെയും നന്നായി പാടി, ഒരാൾ അത്ര എത്തിയില്ല എന്നും എനിക്ക് പറയാൻ പറ്റുകയില്ല. 2 പേരും അസാധ്യമായിട്ട് പാടി. കാണാമൽ ഞാൻ എന്താ പറയണ്ടേ, ഈ ഭ്രാന്തന്മാർക്കോട് തോറ്റു. നിങ്ങൾക്ക് ആകെ ഒരു കുറവുള്ളൂ, ആ 2 ഇട്ടിരിക്കുന്ന ഡ്രസ്സിലേ നമ്പറിൻ്റെ ഒരു കുറവുള്ളൂ. ഭ്രാന്തന്മാർ തന്നെ. ഇതൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇത് ഒരിക്കലും ലോകത്തിൽ ആരും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു മൊമെൻ്റാണ് പുറത്തു തീർന്നത്. ഒരിക്കലും ഒരു മ്യൂസിഷ്യനായിട്ട് ജനിച്ച ആരും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു മൊമെൻ്റാണ് ഇവിടെ തീർന്നത്. ഇപ്പോൾ അതൊരിക്കലും നമ്മുടെ ലൈഫിൽ നമ്മൾ എത്ര ഉയർച്ചയിലെത്തിയാലും എവിടെ ചെന്നാലും നമുക്ക് എന്നും അഹങ്കരിക്കാൻ പറ്റുന്ന ഒരു ഷോയായി മാറുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ നടന്ന ഈ ഒരു പെർഫോമൻസ്. മറക്കാൻ പറ്റില്ല. ഐ വിൽ നെവർ ഫോർഗെറ്റ് ജാസിം ആൻഡ് അശ്വിൻ. ഗ്രേറ്റ്, നോ വേർഡ്സ്. ഒരിക്കലും ഇത് ലൈവായിട്ട് ഇത്രയും പെർഫെക്ഷനിൽ ഈ ഒരു പാട്ട് ഞാൻ എൻ്റെ ലൈഫിൽ കേട്ടില്ല. എൻ്റെ എക്സ്പീരിയൻസ് ആണ് അത്. 2 പേരും ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കംപ്ലീഷൻ ആയിരുന്നു. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ, മൈൻഡ് ബ്ലോയിങ്, നോ വേർഡ്സ്. ഫോർ മീ ദിസ് ഇസ് എ ടൈ. താങ്ക് യു ഗോപിച്ചേട്ടാ. ഗോപിച്ചേട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇവിടെ വരെ വന്നത് തന്നെ കാര്യമായി അല്ലേ? ഇവിടെ പെർഫോം ചെയ്തത് പാപ്പൻസ് ഹൗസിൽ നിന്നും സുജൂസ് ബദലയിൽ നിന്നാണ്. പക്ഷെ പുലി ഇവിടെ വന്നു. വേറെ എന്താ വേണ്ടത്? പുലി ഇവിടെ വന്നു. പക്ഷെ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഇമാർക്കൊരു നമ്പറിന്റെ കുറവുണ്ട്. ഇമാര് ഭ്രാന്തന്മാരാണ് നമ്മൾ സമ്മതിക്കുന്നത്. ഗോപിച്ചേട്ടാ പ്ലീസ്. ചേച്ചി ചേച്ചി പാപ്പ, കമോൺ ചേച്ചി പാപ്പ. മാറി. അങ്ങനെ അപ്പൊ ശരിയായി. ഇപ്പോഴാണ് ശരിയായത്. ആണല്ലേ? ഓക്കെ, ഇപ്പൊ ശരിയായി. എനിക്ക് വാക്കുകളില്ല. കാരണം ഈ പാട്ട് ഞാൻ തമിഴ്നാട്ടിൽ ജഡ്ജിങ്ങിന് ഇരുന്നപ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇവിടെയും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു സംഭവം, ഇതൊരു ചെയ്ത്തായി പോയി നിങ്ങൾ ചെയ്തത്. ശരിക്കും അയ്യോ ഇങ്ങനെയൊക്കെ പാടുമോ? എൻ്റെ ദൈവമേ, ഒന്നും പറയാനില്ല. ഒരുപാട് ഹൈറ്റ്സ് കീഴടക്കട്ടെ നിങ്ങൾ 2 പേരും. അത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഞങ്ങൾക്ക് ബ്ലെസ് ചെയ്യാനേ പറ്റുള്ളൂ. ഗോഡ് ബ്ലെസ്. താങ്ക് യു ചേച്ചി. പാപ്പ ഒന്നും പറയാനില്ല. ഇത്രയും സൂപ്പർവായിട്ടുള്ളൊരു പെർഫോമൻസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ ഹരീഷ് കുറച്ച് സ്പീച്ച്ലെസ് ആണ്. അവിടെ ഇരുന്നിട്ട് പാട്ടിൻ്റെ ഇടയിൽ ഇങ്ങോട്ടേക്ക് കയറി വരാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നേരത്തെ ഞങ്ങൾ 3 പേര് ഇവിടെ എത്തിയാനെ. സത്യം പറയാം, ഒരു 100 കോടി ലോട്ടറി അടിച്ച ഒരു സുഖമുണ്ട് മക്കളെ. വെരി ഹാപ്പി. ഭയങ്കര ഭാഗ്യമാണ് ഇങ്ങനൊരു പെർഫോമൻസ് ലൈവായിട്ട് കാണാൻ പറ്റുക എന്നുള്ളത് തന്നെ. ഗോഡ് ബ്ലെസ് ബോത്ത് ഓഫ് യു. ഷാനെ, നമ്മളെങ്ങനെ അവർക്ക് മാർക്കിടും? ഇതിപ്പോൾ നമ്മൾ കോമ്പറ്റീഷൻ തൊട്ട് ഒരാൾക്ക് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഒരു പോയിന്റ് കുറയ്ക്കാനൊക്കെ നമ്മൾ മാക്സിമം ശ്രമിച്ചു നോക്കി. പക്ഷേ ഉണ്ടല്ലോ മക്കളെ നിങ്ങൾ പാടിയിട്ട് ഞങ്ങൾക്ക് വിട്ടിരുന്നിട്ട് കൊതിയായി. സത്യം കൊതിയായി. ഇങ്ങനെയൊക്കെ പെർഫോമൻസ് കാണാൻ കഴിയുന്നതിലുള്ളൊരു ഭാഗ്യം. Absolutely amazing. And I'm really thanking
Shankar Ehsan Loy sir for this great composition. ധാതി ധതി തക ധിനകിന ധതി തകിന കിന ധതികിന ധാ ധാ തിരകിട തിൻ തിരകിട കത്തിരകിട ധാ ധാ തിരകിട ധാ. ഈ ഡുവറ്റ് ചലഞ്ച് റൗണ്ടിലെ ഇവരുടെ ഈ പെർഫോമൻസിന്റെ ടോട്ടൽ മാർക്സിലേക്ക് നമ്മൾ പോവാണ്. ഇവർക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് മാർക്സ് ഇട്ട് നമ്മൾ കഷ്ടപ്പെടുന്നില്ല. പകരം ഒരു ചോദ്യം, ഇവർക്ക് രണ്ടുപേർക്കും ബ്ലോക്ക് ബസ്റ്റർ കിട്ടണം എന്ന ആഗ്രഹമുള്ള ഗ്രാൻഡ് ജൂറി ഇവർക്ക് എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യാം. അതല്ല 0.5 എങ്കിലും കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ള ഗ്രാൻഡ് ജൂറി എനിക്ക് മറ്റേ കമന്ററി ഓർമ്മ വരുന്നത്, പ്രേക്ഷകരെ നിങ്ങൾ ഇത് കാണുക, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. ഇത് സരിഗമപാട് ഡുവറ്റ് ചലഞ്ച് റൗണ്ടിലെ ബ്ലോക്ക് ബസ്റ്റർ ഫോർ ജാസിം ജമാൽ ആൻഡ് അശ്വിൻ. ഇതില് ഒരു വലിയ താങ്ക്സ് ആദ്യം തന്നെ ഞാൻ മിഥുനും ഹരീഷേട്ടനോടും പറയുകയാണ്. കാര്യം ഈ മത്സരം ഇന്നത്തെ എപ്പിസോഡിൽ തുടങ്ങി വെച്ച നിങ്ങൾ രണ്ടുപേരുമാണ്. ഉഗ്ര ഐശ്വര്യം അവിടുന്ന് ആ മത്സരം ഇവര് ഏറ്റെടുത്തേ ഉള്ളൂ. മക്കളെ നിങ്ങൾ പൊളിച്ചടക്കി. ദിസ് ഇസ് മൈ ജി മൈ ജനറേഷൻ ഡിജിറ്റൽ ഹബ് ബ്ലോക്ക് ബസ്റ്റർ ഫോർ ജാസിം ജമാൽ ആൻഡ് അശ്വിൻ. അശ്വിൻ്റെയും ജാസിമിൻ്റെയും പെർഫോമൻസ് അവസാനിക്കുമ്പോൾ 99.3% അശ്വിൻ ഒന്നാം സ്ഥാനത്തും 98.9% ജാസിം രണ്ടാം സ്ഥാനത്തും തുടരുന്നു.